ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. മോൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. നാട്ടിലുമൊക്കെ പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി ഞാൻ പലതരത്തിൽ പലരും വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു. അപ്പം ഒന്നുകിൽ കുറേ ടൈം കൺസ്യൂമിങ് ആണ്, പൈനാപ്പിളൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഈസി വേർഷനായിട്ട് ചെയ്യാനായിട്ട് കുറേ തരത്തിൽ ട്രൈ ചെയ്തിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വേർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നിങ്ങളോടൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറേ അധികം കഷ്ണങ്ങൾ കടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഷ്ണങ്ങൾ കടിക്കാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കും. നമുക്ക് കുറച്ച് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. എനിക്ക് ലൂലൂന്ന് കിട്ടിയ പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൈനാപ്പിളൊന്നും അല്ല, ഫിലിപ്പൈൻ പൈനാപ്പിളോ മറ്റാണ്. എന്താണെങ്കിലും ഞാൻ അതിൽ നിന്നൊരു 5 പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് പീസസ്. ഒരു ഹാഫ് പൈനാപ്പിൾ ഇതിലുണ്ടാവുള്ളൂ. ഞാൻ ഇതിവിടെ ലൂലൂന്ന് മേടിച്ച ചോപ്പറാണ്, എനിക്ക് ലൂലൂയിൽ കിട്ടിയതാണ്. ഇത് നമുക്ക് തൈരൊക്കെ വിസ്ക് ചെയ്യാനായിട്ട് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതുപോലെ ചോപ്പ് ചെയ്യുന്നൊരു ഇതുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ പീസസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഫിക്സ് ചെയ്ത ശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് വലിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, നമുക്ക് പൈനാപ്പിളെല്ലാം ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിന് പകരം ഞാൻ ചോപ്പറിലിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ മടിയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് കണ്ടോ, നമ്മുടെ പൈനാപ്പിളൊക്കെ കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ജ്യൂസും കളയണ്ട, അതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചൊക്കെ വേവിക്കാൻ തന്നെയാണ് നമ്മൾ പോണത്. നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ്. ഇപ്പോൾ ഫുള്ളൊന്നും ചേർക്കണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചേർത്താൽ മതി. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണേൽ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പൈനാപ്പിൾ പച്ചടിയൊക്കെ നന്നായിട്ട് മധുരം ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൈനാപ്പിൾ ഒരുപാട് വേവില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്താ ഇതിങ്ങനെ ചെയ്യുന്നത്, കുക്കറിലിട്ട് വേവിച്ചെടുത്തൂടെ എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാനിത് ലാസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മിക്സിയിൽ നിന്ന് പകുതി മുക്കാലും എടുത്ത് അരച്ചെടുക്കും. കാരണം കടിക്കാൻ കിട്ടാനായിട്ട് വളരെ കുറച്ച് പീസസ് മാത്രം മതി നമുക്ക് പച്ചടിയിൽ. ബാക്കിയുള്ളത് ഞാനങ്ങ് അരച്ചെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് എങ്ങനെ എടുത്താലും, വലിയ കഷ്ണങ്ങളാക്കി എടുത്താലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാൻ മടിയുണ്ടെങ്കിൽ അതിന് ഞാനൊരു പോംവഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പോവാണ്. ഇത് കണ്ടോ, 5 മിനിറ്റ് കൂടുതൽ നേരം വെന്തിട്ടുണ്ടാവായിരിക്കും. കറക്റ്റ് ടൈം നോക്കിയില്ല. വെന്ത സമയത്തുള്ള അവസ്ഥയാണ് ഇത്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൈനാപ്പിൾ അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വേണമെങ്കിൽ കുക്കറിലിട്ട് അടിച്ച് നല്ലപോലെ ഇതാക്കി ഉടച്ചെടുക്കാനൊക്കെ പറ്റും. എന്നാലും അതിനേക്കാളും കുറച്ചുകൂടെ ഈസി. ഇത് കണ്ടോ, ഇന്ത്യൻ പോലും അല്ല, ഫിലിപ്പൈൻസിൻ്റെ എന്തോ ആണ്. ഇതിപ്പോഴും നല്ലപോലെ ഇതായിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് ഒന്നുകൂടെ ഇതാക്കി എടുക്കാമായിരുന്നു. പക്ഷേ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10-15 കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാനായിട്ട് ഇതിങ്ങനെ
കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇത് ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ഭാഗം മൊത്തം ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് ബാക്കി പ്രൊസീജിയർ ഞാൻ കാണിക്കാം. നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി വേവുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിന് 1.5 കപ്പ്. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സലാലയിൽ കിട്ടുന്ന മുളകിന് ഒട്ടും എരിവില്ല, അതുകൊണ്ട് ഞാനൊരു 4 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പൈനാപ്പിൾ പച്ചടിക്ക് അധികം എരിവൊന്നും വേണ്ട, മധുരമുള്ളൊരു കറിയാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. ഇതൊരു നല്ല മണത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിത് അരയ്ക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം നല്ലോണം പുളിച്ച ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ തൈരിൻ്റെ പുളിപ്പ് അനുസരിച്ച് തൈരിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് തികയില്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തിട്ട് മുകളിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റി. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഞാനിതിലുണ്ടായിരുന്ന നാളികേരം അരച്ചതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പൈനാപ്പിൾ വെന്തില്ലേ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കഴിഞ്ഞ് ബാക്കി ഭാഗം മുഴുവനും ഞാനെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ അടിച്ചെടുത്തത് നമുക്ക് ഈ മിക്സിയിൽ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഒട്ടും കളയണ്ട, തുടച്ചെടുത്തോളൂ. കാരണം നമുക്കിതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കുക. ഞാൻ തൈര് കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പോരാത്തതുണ്ടെങ്കിൽ മാത്രം മുകളിൽ ചേർത്ത് കൊടുക്കുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ കഷ്ണങ്ങൾ കൂടുതൽ വേണമെങ്കിൽ വെച്ചോളൂ, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊരു 8-10 മിനിറ്റ് കിടന്ന് തിളച്ച് വറ്റിക്കോട്ടെ. അടച്ച് വെച്ചിട്ട് 8-10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ വേണം. ഞാൻ 1 ടേബിൾ സ്പൂണോട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, ഇഞ്ചിപ്പുളിക്കൊക്കെ മധുരം വേണം. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് താല്പര്യം. ഞങ്ങൾ പാലക്കാട് 1-2 സ്ഥലത്ത് സദ്യക്കൊക്കെ പോയപ്പോൾ കഴിച്ചിട്ടുള്ളതിൽ ചെറിയ ചെറിയ ഗ്രേപ്സ്, മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടിയിൽ. ചെറിയ മുന്തിരിങ്ങ കിട്ടുവാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഞാൻ ലുലുവിൽ നോക്കി എനിക്ക് കിട്ടിയില്ല. ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് സദ്യയിലൊക്കെ, അത്രേ ഉള്ളൂ. ഇത് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം മുകളിലേക്ക് തിളച്ച് പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ഫ്ലെയിം ലോ ആക്കി മാത്രമേ ഇടാൻ പാടുള്ളൂ. കണ്ടോ, ഇവിടേക്ക് തന്നെ തിളച്ച് തുടങ്ങുന്നുണ്ട്. കണ്ടോ, അടച്ചു വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുക്കായിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വലിയ കഷ്ണങ്ങളോ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ണങ്ങൾ അതിനനുസരിച്ച് ഇടണം. ഞാൻ എന്തായാലും ഇവിടെ കഷ്ണങ്ങൾ അധികം കിട്ടുന്ന തരത്തിലല്ല കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ കടുക് വറുക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. നമ്മുടെ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടാവും. അതിലേക്ക് എടുത്ത് വെച്ച കടുക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ പൊട്ടുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്